ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സിസ്റ്റർ ടോക്കീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു റെസിപ്പി വീഡിയോ ആണ്. നമ്മളൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ മാത്രമേ യൂഷ്വലി കഴിച്ചിട്ടുണ്ടാവുള്ളൂ ഈ സംഭവം. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാൻ പോകുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി തൂക്ക് പൊറോട്ടയുടെ ആണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള തൂക്ക് പൊറോട്ട എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓടി വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ജസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഈ മുട്ടയുടെ മിക്സ് നമുക്ക് മൈദയുടെ പൗഡറിലേക്ക് ഇടാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്കൊരു തിക്കായിട്ടുള്ളൊരു ഡോ ആക്കി നമുക്കിതിനെ മാറ്റിയിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ബീഫ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ 3 സവാള അരിഞ്ഞതെടുത്തിട്ടുണ്ട്. പിന്നെ ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. 3 ടൊമാറ്റോ സ്മോൾ പീസായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തതാണ്. ഇനി നമുക്ക് പൊടികൾ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2.5 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ. ഇത്രയാണ് നമുക്ക് പൊടികൾ ആവശ്യം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി എടുക്കാവുന്നതാണ്. ബീഫ് ഞാൻ 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ബീഫ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ കുക്കറാണ് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സവാള ഒന്ന് വഴന്ന് വരെ ഞാൻ വെയിറ്റ് ചെയ്യാണ്. ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോൻ്റെ കൂടെ തന്നെ ഞാൻ ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് പേസ്റ്റാക്കി എടുത്തിരിക്കുന്നതാണ്. നമ്മളെപ്പോഴും പേസ്റ്റായിട്ട് ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഞാൻ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നേരത്തെ പറയാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ നമ്മൾ ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയ്ക്ക് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല എന്നിവ എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം ഞാൻ കുറച്ച് പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടും ബീഫിന്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ, ഒത്തിരി എരിവൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് ചിലപ്പോൾ ചേർത്ത് കൊടുത്താൽ ഭയങ്കര എരിവായിട്ട് തോന്നും. പിന്നെ കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഓയിൽ കുറവാണെന്ന് തോന്നിയോണ്ടാണ് അങ്ങനെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് നിങ്ങളെടുത്ത ഓയിൽ കറക്റ്റ് ആണെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. ഇനി ലാസ്റ്റായിട്ട് ഇതിലൂടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പൊടികളുടെ പച്ച മണം മാറണ വരെ നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. അത് നല്ല ഒരു സ്മെല്ല് വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത ബീഫാണ്. ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ ബീഫിൽ പിടിക്കുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബീഫ് ഒരു 20 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഞാൻ പൊറോട്ട ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് നേരത്തെ നമ്മൾ ഡോ ആക്കി വെച്ച മൈദമാവ് ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ ചെറിയ ബോൾസ് ആക്കിയിട്ട് പരത്തിയിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത്.
ഇപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫുൾ ഹോൾ ബോളായിട്ട് അങ്ങനെ തന്നെ വെച്ചാലും മതി, അതല്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും ചെയ്യാം. ഇനി നമ്മൾ ഒരു ഗ്രാനൈറ്റ് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പം ഇവിടേക്ക് നമ്മൾ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഓരോ മൈദയുടെ ഈ ബോൾസ് വെച്ച് നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ ബോളായിട്ട് വെച്ചിട്ട് കൈ കൊണ്ടാണ് കേട്ടോ പരത്തുന്നത്. നല്ല കൈ കൊണ്ട് മാക്സിമം തിന്നാക്കി സ്പ്രെഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളൊരു ഷാർപ്പായിട്ടുള്ളൊരു കത്തി വെച്ച് ഇതേപോലെ വരഞ്ഞു കൊടുത്ത് രണ്ട് സൈഡിൽ നിന്ന് ഇതിനെ ജോയിൻ ചെയ്ത് ഇതുപോലെ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ഇതിൻ്റെ എങ്ങനെയാണ് ടെക്നിക്ക് എന്ന് ഈസി ആയിട്ടുള്ളൊരു വേ ആണ് നമുക്ക് നല്ല ലെയറിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്വീറ്റ് പൊറോട്ടയുടെ, അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വരഞ്ഞെടുക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് നല്ലോണം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തമ്മി ഒട്ടാതിരിക്കും. അപ്പോൾ നമ്മൾ ഇത് പൊറോട്ട പരത്തിയെടുത്ത് നമ്മളൊന്ന് അടിക്കുമല്ലോ, ചുട്ട് കഴിഞ്ഞ് അടിക്കുന്ന സമയത്ത് നല്ല ലെയറിൽ മാറി വരും, നല്ല ഒട്ടിപ്പിടിക്കാതെ നല്ല ലെയറായിട്ട് കിട്ടാൻ എളുപ്പമായിരിക്കും. ഇനി ഇതുപോലെ നമുക്ക് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്കിതിനെ ചുറ്റിയെടുക്കാം. നോർമൽ നമ്മൾ പൊറോട്ടയൊക്കെ ചെയ്യണ പോലെ ചുറ്റി ഇത് എല്ലാം മാവും അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി എല്ലാ മാവും നമ്മൾ ഇതുപോലെ തന്നെ സെയിം പ്രൊസീജിയറിൽ തന്നെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് വെച്ച് ഒരു ചപ്പാത്തി മാവിൻ്റെ കോലോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരു പൊറോട്ടയുടെ ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇനി നമുക്ക് ചുട്ട് എടുക്കാം. ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഞാനപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. നല്ല, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ലെയറായിട്ട് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ തൂക്ക് പൊറോട്ടയുടെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. നമ്മളൊരു കലം എടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയതാണ്. അപ്പോൾ നല്ല ചൂടുണ്ടാവും ഈ കലത്തിന്. ഇതിലേക്ക് 1-2 പൊറോട്ട ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് തുറന്നു നോക്കുകയാണ്. ബീഫ് നല്ല സ്മെല്ലുണ്ടായിരുന്നു, നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബീഫ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് പൊറോട്ടയുടെ. അപ്പം നല്ല ചൂടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ചൂടോടെ ആ പൊറോട്ടയുടെ ഇതിനകത്തൊക്കെ നല്ല സ്മെല്ലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചൂടാക്കാൻ പറഞ്ഞത്. ഇതിലേക്ക് കുറച്ച് ക്യാബേജും കുറച്ച് സവാള അരിഞ്ഞതും കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ലാസ്റ്റായിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതിനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടി സ്റ്റൗവിൽ വയ്ക്കുകയാണ്. അതിന് നമുക്ക് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്ന് നോക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. തൂക്ക് പൊറോട്ടയുടെ റെസിപ്പി എല്ലാവരും കണ്ടല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും ടൈമുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷൊക്കെ തന്നെയാണ്. സോ നല്ല ഫ്ലേവറൊക്കെയാണ്. ഈ കലത്തിലൊക്കെ അടച്ചു വയ്ക്കണോണ്ടും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളിപ്പോൾ ഇതിനെ മിക്സ് ചെയ്തിട്ടില്ല കേട്ടോ. സാധാരണ കേസിൽ ഇത് കാണുമ്പോൾ നല്ല ബ്രൗൺ കളറിൽ പൊറോട്ടയൊക്കെ ഇരിക്കും. ഇപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ രീതിയിൽ ഒരു ഗാർണിഷൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ മിക്സ് ചെയ്തിട്ടില്ല. സാധാരണ നമുക്ക് വേണമെങ്കിൽ കലത്തിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. സോ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.